നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്ന 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വെറും 43,000 കിലോമീറ്റർ മാത്രമായിട്ടുള്ള കമ്പനി സർവീസുള്ള XUV500 W6 വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് 100% എക്സ്റ്റീരിയർ ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ബോണറ്റ്, ഫ്രണ്ട് ഗ്ലാസ് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലും വളരെ മികച്ച ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ എബോ 95% ടയേഴ്സ് വരുന്നുണ്ട്. 4 ടയറും പുത്തൻ ടയർ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇൻറ്റേർണൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാക്ക് ടയറൊക്കെ നോക്കി കഴിഞ്ഞാൽ 95% ടയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു W6 വാഹനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഡീഫോക്കർ ലൈൻസ് വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിന് വരുന്നുണ്ട്. മഹീന്ദ്ര XC500 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ W6 വേരിയൻറ്റ് ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 7 സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് അല്പം കുറവായിരിക്കും. എന്നിരുന്നാൽ തന്നെ നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് നമുക്ക് കൂട്ടാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ബാക്ക് സീറ്റിൽ പാസഞ്ചേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ലഗേജ് വയ്ക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ ഒന്നും യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ഒരു 100% എക്സ്റ്റീരിയർ ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. വളരെ മികച്ച ഒരു ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വാഹനത്തിൽ വരുന്നുണ്ട്. ഇതൊരു W6 വാഹനമായതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് തുടങ്ങിയ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിലുള്ള ഫാബ്രിക് സീറ്റൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല. റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ പോലും മാറ്റിയിട്ടില്ല. അപ്പോൾ അതേ രീതിയിൽ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്നാണ് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡൽ XUV500 വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അപ്പുറവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2.2 ലിറ്റർ എംകോക്ക് എഞ്ചിനാണ് വരുന്നത്. 140 bhp പവറും അതുപോലെ തന്നെ 330 എണ്ണം ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARAI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 16 km/ലിറ്റർ ആണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 13-14 മൈലേജ് കിട്ടുന്ന, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനമാണിത്. അപ്പോൾ നിങ്ങളൊരു 7 സീറ്റർ വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ചൊരു ഓപ്ഷനാണിത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ വില വരുത്തിലേക്ക് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 9,75,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ്, ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.